ഇന്ന് ബുൾബുൾ തരംഗ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് മെയിൻ സ്ട്രീമിൽ ആരും വായിക്കുന്നില്ല. കാരണം അതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടോൺ നമ്മുടെ കീബോർഡിലേക്കും അതല്ല സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലേക്കും പോർട്ട് ചെയ്തത് കാരണം ഇന്ന് റെക്കോർഡിങ്ങിനായിട്ട് ബുൾബുൾ തരംഗ് ലൈവായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബുൾബുൾ തരംഗ് ഒരു സന്തൂർ പോലെയോ സിത്താർ പോലെയോ അതല്ല വീണ പോലെയോ ഇവോൾവ് ചെയ്ത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പ്യുവർ ക്ലാസിക്കൽ ഫോമിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റും ഇന്ന് ഇന്ത്യയിലില്ല. കുറേ ആൾക്കാർ ഭജൻസിനും ഗസൽസിനും സൂഫി സംഗീതത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഫോർമാറ്റിൽ ഇത് വായിക്കുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു എന്താണ് പറയുക, ദുഃഖകരമായ ഒരു കഥയാണ്. അപ്പോൾ അവിടെ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ന് സയൻസ് വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ്. ഇൻസ്ട്രുമെൻറ്റിന് നന്നായി ഇവല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഇൻസ്ട്രുമെൻ്റ് പണിത് കൊടുക്കാവുന്ന